2025 IPL സീസണിലെ മിന്നും താരങ്ങളിൽ ഒരാളാണ് വൈഭവ് സൂര്യവംശി. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് ബാറ്ററായി കളിച്ച താരം വെടിക്കെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടികൾ നേടി. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായാണ് വൈഭവ് സൂര്യവംശി ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. IPL സീസണിന് ശേഷം ഇന്ത്യൻ അണ്ടർ-19 ടീമിനൊപ്പം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുന്നതിന്റെ മുന്നൊരുക്കങ്ങളിലാണ് വൈഭവ്. ഇതിനിടയിൽ വൈഭവ് സൂര്യവംശി പരിശീലനത്തിനിടെ ബാറ്റുകൾ പൊട്ടിച്ച കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പരിശീലകൻ മനീഷ് ഓജ. ഒളിമ്പിക്സ് വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് മനീഷ് ഓജ മനസ്സ് തുറന്നത്. 2011 ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമമായ തജ്പൂരിലായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ ജനനം. 8ാമത്തെ വയസ്സിൽ മനീഷ് ഓജയുടെ ജെൻ നെക്സ്റ്റ് ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് അവൻ എത്തി. വൈഭവ് സൂര്യവംശി ഒരു സാധാരണ പ്രതിഭയല്ലെന്ന് മനസ്സിലാക്കാൻ ഓജയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. എല്ലാ ബോളുകളും ശക്തമായി അടിച്ചു പറത്താനായിരുന്നു വൈഭവ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് മനീഷ് ഓജ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ താരത്തിന് ഒരു ബാറ്റും അധികകാലം ഉപയോഗിക്കാനായില്ലെന്ന് അദ്ദേഹം ഓർത്തെടുത്തു. ഒട്ടേറെ ബാറ്റുകൾ പരിശീലനത്തിനിടെ വൈഭവ് സൂര്യവംശി പൊട്ടിച്ചു കളഞ്ഞതായാണ് കുട്ടിക്കാല പരിശീലകൻ പറയുന്നത്. വൈഭവ് സൂര്യവംശി നല്ല രീതിയിൽ പന്തിനെ കണക്ട് ചെയ്യുമ്പോൾ ബാറ്റിൽ നിന്ന് വന്നിരുന്ന ശബ്ദം അത് വേറിട്ടതായിരുന്നു. പക്ഷേ അവൻ്റെ കളിരീതി വെച്ച് ഒരു ബാറ്റും ഒരു മാസത്തിൽ കൂടുതൽ നീണ്ടുനിന്നില്ല. ഇന്നത്തെ കാലത്ത് സ്പോൺസർമാരുണ്ട്, എന്നാൽ അന്ന് ഒരു ബാറ്റ് പൊട്ടിയാൽ പുതിയത് വാങ്ങാൻ കുടുംബത്തിന് ഒരു വഴി കണ്ടെത്തേണ്ടി വന്നിരുന്നുവെന്നും മനീഷ് ഓജ പറഞ്ഞു. പരിശീലനത്തിനായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ 100 കിലോമീറ്ററിലധികം വൈഭവ് സൂര്യവംശിയും അദ്ദേഹത്തിൻ്റെ പിതാവും യാത്ര ചെയ്യുമായിരുന്നുവെന്നും മനീഷ് ഓജ ഓർത്തെടുക്കുന്നു. താരത്തിൻ്റെ കുടുംബം രാവിലെ 3 മണിക്ക് എണീറ്റ് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും തയ്യാറാക്കി രാവിലെ 7:30 പരിശീലനത്തിന് അവനെ എത്തിക്കുമായിരുന്നുവെന്നും മനീഷ് ഓജ കൂട്ടിച്ചേർത്തു. 2025 സീസൺ IPLന് മുന്നോടിയായി നടന്ന മെഗാ താരലേലമാണ് വൈഭവ് സൂര്യവംശിയുടെ തലവര മാറ്റിയത്. മെഗാ താരലേലത്തിൽ നിന്ന് 1.1 കോടി രൂപയ്ക്ക് സൂര്യവംശിയെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുകയായിരുന്നു. സീസൺ തുടങ്ങുന്ന സമയത്ത് വൈഭവ് സൂര്യവംശിക്ക് പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കുമെന്ന് ആരും കരുതിയതല്ല. എന്നാൽ ക്യാപ്റ്റനും ഓപ്പണറുമായ സഞ്ജു സാംസണും സംഭവിച്ച പരിക്ക് നിർണായകമായി മാറി. ഇതോടെ റോയൽസിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്ന വൈഭവ് തന്റെ പ്രതിഭ ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. തന്റെ 3ാമത്തെ IPL മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവിന്റെ പ്രകടനം ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചു. ഇക്കുറി കളിച്ച 7 IPL മത്സരങ്ങളിൽ 34, 16, 101, 0, 4, 40, 57 എന്നിങ്ങനെയായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ സ്കോറുകൾ. സീസണിൽ ആകെ 7 മത്സരങ്ങളിൽ നിന്ന് 206.55 സ്ട്രൈക്ക് റേറ്റിൽ 252 റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത്. സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ പുരസ്കാരവും താരത്തെ തേടിയെത്തി. കഴിഞ്ഞ ദിവസം വൈഭവ് സൂര്യവംശി പരിശീലനത്തിനിടെ 90 പന്തിൽ 190 റൺസ് നേടിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിൽ നടക്കുന്ന അണ്ടർ-19 ടീമിന്റെ പരിശീലനത്തിനിടെയാണ് താരം വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തത്. ഓസ്ട്രേലിയ അണ്ടർ-19 ടീമിനെതിരെ നേടിയ സെഞ്ചുറിയോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വൈഭവ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. അന്ന് 13 വർഷവും 188 ദിവസവും മാത്രം പ്രായമുണ്ടായിരുന്ന സൂര്യവംശി 58 പന്തിലായിരുന്നു സെഞ്ചുറി തികച്ചത്. ഈ പ്രകടനമാണ് IPL താരലേലത്തിൽ സൂര്യവംശിക്ക് ഡിമാൻഡ് നേടിക്കൊടുത്തതും. വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ടിനെ പുകഴ്ത്തി നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. എന്നാൽ താരത്തിന് അനാവശ്യമായ ഹൈപ്പ് നൽകേണ്ടെന്നും അവന് 5 ദിവസം കളിക്കാൻ കഴിയുമോ എന്നും ചോദിച്ച് മുൻ ഇന്ത്യൻ താരമായ യോഗരാജ് സിംഗ് രംഗത്ത് വന്നിരുന്നു.